ഇന്ന് സിറാജ് ദ്വീപിലേക്കാണ് യാത്ര. പ്രൈവറ്റ് ഫെറിക്ക് 1500 രൂപ അടച്ച് മുമ്പേ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. സ്കൂട്ടറിൽ ലഗേജുമായി എയർപോർട്ട് എക്സിറ്റ് ഗേറ്റിന് സമീപമെത്തി. സ്കൂട്ടർ ഷോപ്പ് തുറന്നിട്ടില്ല. വാഹനം വരാന്തയിൽ നിർത്തി കീ ഷട്ടറിന് സമീപമുള്ള പെട്ടിയിൽ നിക്ഷേപിച്ചു. താമസിയാതെ ശ്രീരാഗ് കാറുമായി എത്തിച്ചേർന്നു. ഞങ്ങൾ ജെട്ടിയിലേക്ക് പുറപ്പെട്ടു. എയർപോർട്ടിലെ അതേ നടപടിക്രമങ്ങളാണ് ഇവിടെയും കണ്ടത്. സമയമായപ്പോൾ ഫെറിയിൽ കയറാനുള്ള അറിയിപ്പ് വന്നു. കപ്പൽ പോലുള്ള ഒരു വലിയ ജലയാനമായിരുന്നു അത്. എല്ലാവരും അവർക്കനുവദിച്ച നമ്പർ ക്രമത്തിൽ സീറ്റ് പിടിച്ചു. ഫെറി യാത്ര ആരംഭിച്ചതിന് അധികം വൈകാതെ തന്നെ എല്ലാവർക്കും മുകൾ തട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർ അനുവദിച്ചു തന്നു. പിന്നെ എല്ലാവരും യാത്ര ആസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ശേഷം പുറപ്പെട്ട നാട്ടിക ഫെറിയാണ് ഈ കുതിച്ചു വരുന്നത്. സ്പീഡ് ഇതിനേക്കാളും അല്പം കൂടുതലാണ്. സിറാജ് ജെട്ടിയിൽ ഇറങ്ങിയപ്പോൾ 2 ഫെറിയിലെയും യാത്രക്കാരും അതേപോലെ കയറാനുള്ളവരും കൂടി ബോട്ട് ജെട്ടിയിൽ നല്ല തിരക്കായിരുന്നു. ലഗേജുമായി നടന്ന് താമസ സ്ഥലം കണ്ടുപിടിച്ചു. ജെട്ടിക്ക് സമീപത്തുള്ള ഗോവിന്ദനഗർ ബീച്ചിൽ തന്നെയായിരുന്നു അത്. വാടക ഒരു ദിവസത്തേക്ക് 800 രൂപ. ഗോവിന്ദനഗർ ബീച്ചിലെ കടയിൽ നിന്നും അത്യാവശ്യം വേണ്ടത് കഴിച്ച് വിശപ്പടക്കി. ഇവിടെ നിന്നു തന്നെയാണ് എലിഫൻ്റ് ബീച്ചിലേക്കുള്ള ബോട്ടുകൾ പുറപ്പെടുന്നത്. 1000 രൂപ കൊടുത്ത് ഞാനും പേർ രജിസ്റ്റർ ചെയ്തു. മറ്റുള്ളവരെല്ലാം ഗ്രൂപ്പായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഞാൻ മാത്രം തനിച്ചുള്ളവരാണ്. എലിഫൻ്റ് ബീച്ച് ദ്വീപിൻ്റെ നേരെ എതിർവശത്താണ്. ഇങ്ങോട്ട് റോഡില്ല. എന്നാൽ വനത്തിലൂടെ ഒരു നടപ്പാതയുണ്ട്. ഓരോ ബോട്ടിലും ഗൈഡും അതേപോലെ ഒരു ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം എലിഫൻ്റ് ബീച്ചിലേക്ക് എത്തി. ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം बैक साइड में लॉकर मिलेगा, सेफ्टी लॉकर 100 रुपीज़ चार्ज लेता है एक लॉकर। ये साइड में चेंजिंग रूम, शावर रूम, वॉशरूम, किसी को क्लोथ वगैरह चाहिए मिल जाएगा। सिर्फ चेंजिंग रूम यहाँ पे फ्री ऑफ कॉस्ट है, बाकी सब चार्जेबल है। ये साइड से होता है स्नॉर्कलिंग, एलिफेंट बीच का मेन एक्टिविटी, जिसकी वजह से വെള്ളത്തിൽ മുങ്ങാനുള്ളതാണ്. ഡ്രസ്സുകളെല്ലാം മാറ്റി ഒരു ട്രൗസറും ബനിയനും മാത്രമാക്കി. ബാക്കിയുള്ളതെല്ലാം ഒന്നടങ്കം ലോക്കറിൽ വെച്ച് കൂട്ടി. ലോക്കറിൻ്റെ കീ ഘടിപ്പിച്ച ഇലാസ്റ്റിക് കയർ കൈത്തണ്ടയിൽ കുടുക്കി. 1500 രൂപ അടച്ച് ഞാനും വെള്ളത്തിലേക്ക് ഇറങ്ങി. കൂടെ ഒരു ക്യാമറാമാനും ഒരു ഗൈഡും. ഗൈഡ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വേണ്ട പ്രോത്സാഹനവും തന്നു. കടലിനടിയിലെ വർണ്ണപ്പകിട്ടുള്ള പവിഴപ്പുറ്റുകളും അതേപോലെ വർണ്ണ മത്സ്യങ്ങളും വളരെ ആകർഷകമായിരുന്നു. എന്നാൽ ലക്ഷദ്വീപിലെ ലഗൂണുകളിലുള്ള അത്രയും ഭംഗി ഇവിടുത്തെ പവിഴപ്പുറ്റുകളിൽ കാണാൻ കഴിഞ്ഞില്ല. ഇളം ചൂടുള്ള കടൽ വെള്ളത്തിൽ നിന്ന് കരകയറാൻ അല്പം മടി തോന്നി.
അവസാനം ഇങ്ങോട്ട് വന്ന അതേ ബോട്ടിൽ തന്നെ തിരിച്ചുള്ള യാത്രയായി. ഗോവിന്ദനഗറിൽ തന്നെയുള്ള ഒരു സ്കൂട്ടർ റെൻ്റൽ ഷോപ്പിൽ നിന്നും ഒരു വണ്ടി വാടകയ്ക്കെടുത്തു. 400 രൂപ വാടകയാണ്. 1000 രൂപയാണ് ഡെപ്പോസിറ്റായി നൽകിയത്. ആദ്യം എത്തിച്ചേർന്നത് കുറച്ചകലെയുള്ള രാധാനഗർ ബീച്ചിലായിരുന്നു. ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബീച്ച് ഇതാണത്രേ. ബീച്ചിലുള്ള കൂടുതൽ പേരും വെള്ളത്തിലാണ്. ആബാലവൃദ്ധം ജനങ്ങൾ. അവർ തികച്ചും ആസ്വദിക്കുകയാണ്. റൂമിൽ തിരിച്ചെത്തുമ്പോഴേക്കും സമയം ഇരുട്ടിയിരുന്നു. കാലാപത്തർ എന്നാൽ കറുത്ത പാറയുള്ള എന്നർത്ഥം വരുന്ന കടൽ തീരം. ഈ ബീച്ചിൽ പ്രധാനമായും സ്കൂബ ഡൈവിംഗ് ആണ്. 4500 രൂപ അടച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. എൻ്റെ അടുത്ത പരിപാടി എലിഫൻ്റ് ബീച്ചിലേക്കുള്ള ട്രക്കിംഗ് ആയിരുന്നു. രാധാനഗർ ബീച്ചിലേക്ക് എത്തുന്നതിന് അല്പം മുമ്പായിട്ടാണ് ഈ ട്രക്കിങ്ങിനുള്ള ആരംഭസ്ഥാനം. ബൈക്ക് പാർക്കിംഗ് സ്ഥലത്ത് നിർത്തി കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്തു. 10 രൂപയ്ക്ക് അവർ ഒരു പ്രവേശന പാസും തരികയുണ്ടായി. നേരെ നടന്നോളൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. കാട്ടിലൂടെ നീണ്ടുപോകുന്ന നടപ്പാത, ഇടയ്ക്ക് ഒരു ഔട്ട് പോസ്റ്റ്. വഴി തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു. മഴ പെയ്തു കഴിഞ്ഞ മണ്ണാണ്.
2 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്ന ശേഷം ഒരു ചതുപ്പ് സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ പ്രത്യേകിച്ച് നടപ്പാത കാണുന്നില്ല. ഷൂ ധരിച്ചതിനാൽ വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. ഒരുവിധം ഈ ചതുപ്പ് സ്ഥലവും മറികടന്നു. മരത്തിൻ്റെ വേരുകളാണ് ഈ പാറക്കല്ലുകൾ പോലെ ഉയർന്നു നിൽക്കുന്നത്. താമസിയാതെ കടൽ കാണാൻ കഴിഞ്ഞു. ഇന്നലെ വന്ന എലിഫൻ്റ് ബീച്ചിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. ആരോടും ചോദിക്കാനുമില്ല. കുറേ സമയം അവിടെ ബീച്ചിൽ തന്നെ കറങ്ങി നടന്നു. ഇടതുഭാഗത്തേക്ക് കുറേ നടന്നപ്പോൾ 2 പേർ സംസാരിക്കുന്നത് കണ്ടു. അവരെയും കടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ഇന്നലെ വന്ന ബീച്ച് ദൃഷ്ടിയിൽപ്പെട്ടത്. സഞ്ചാരികൾ എത്തുമ്പോൾ മാത്രമാണ് ഈ തീരം സജീവമാകുന്നത് എന്ന് മനസ്സിലായി. ആളൊഴിഞ്ഞ ബീച്ചിൽ അല്പം നടന്ന് വന്ന വഴിയെ തിരിച്ചു നടന്നു. തിരിച്ചു നടക്കുമ്പോൾ വഴിയിൽ ഏതാനും പേരെ കണ്ടുമുട്ടി. അവർ നടത്തം ആരംഭിച്ചതേയുള്ളൂ. നടക്കുന്ന വഴിയെക്കുറിച്ച് അവർ ആശങ്കയിലാണ്. നേരെ നടക്കാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി. കൂടാതെ ചതുപ്പ് നിലത്തിൻ്റെ കാര്യവും അതിനപ്പുറമാണ് കടലെന്ന കാര്യവും അവരോട് പറഞ്ഞു. തിരിച്ചെത്തിയ ശേഷം സ്കൂട്ടർ എടുത്ത് അടുത്തുള്ള രാധാനഗർ ബീച്ചിലേക്ക് ഒന്നുകൂടി വിട്ടു. സൂര്യാസ്തമയത്തിന് ഇനിയും സമയം കഴിയാനുണ്ട്. കാലാപത്തർ ബീച്ച് കഴിഞ്ഞ് തുടർന്നു പോകുന്ന റോഡിലൂടെ കുറേ ദൂരം സഞ്ചരിക്കാമെന്ന് കരുതി. തികച്ചും ഗ്രാമപ്രദേശം. റോഡ് ശാഖകളായി പിരിയുന്നുണ്ടെങ്കിലും അത് പലയിടത്തും ചെന്ന് അവസാനിക്കുകയാണ്. തിരിച്ച് കാലാപത്തർ ബീച്ചിൽ എത്തിച്ചേർന്നു. 2 ദിവസത്തെ പരിപാടിക്ക് മാത്രം ഈ ദ്വീപിൽ കാര്യമായി ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരുവിധ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. നാളെ രാവിലെയാണ് ഇവിടെ നിന്നും സഹീദ് ദ്വീപിലേക്കുള്ള യാത്ര ഉറപ്പിച്ചിരിക്കുന്നത്. നീൽ ഐലൻഡ് എന്നാണ് ഇതിൻ്റെ പഴയ പേര്.